ആണവ അന്തർവാഹിനികളിലും വിമാനവാഹിനികളിലുമൊക്കെ ഒരിക്കൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലൈഫ് ടൈം റീഫ്യൂൽ ചെയ്യേണ്ടതില്ല. എങ്കിൽ ഈ പരിപാടി നമ്മുടെ കാറിലും ബസ്സിലും ട്രെയിനിലും വിമാനങ്ങളിലുമൊക്കെ ഉപയോഗിച്ചാൽ എത്ര നല്ലതായിരുന്നു. പക്ഷേ അത് നടക്കില്ല. കാരണം ആണവ കപ്പലുകൾ പ്രവർത്തിക്കുന്നത് അതിലെ ന്യൂക്ലിയർ ഫിഷൻ കാരണമുണ്ടാകുന്ന വലിയ ചൂടുപയോഗിച്ച് വെള്ളത്തെ ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിയാക്കി അതുപയോഗിച്ച് ടർബൈൻ കറക്കി അതിനോട് ബന്ധിപ്പിച്ച പ്രൊപ്പല്ലർ പ്രവർത്തിപ്പിച്ചാണ്. ആണവ നിലയങ്ങളിൽ ഈ ടർബൈൻ ഒരു ജനറേറ്ററിനോട് ഘടിപ്പിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇതിന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമാണ്. കടലിൽ കിടക്കുന്ന കപ്പലിന് വെള്ളം വേറെ അന്വേഷിക്കേണ്ടല്ലോ. കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ആണവ കപ്പലുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആണവ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കുന്നത് വലിയ ജലസ്രോതസ്സുകൾ, പുഴ, കടൽ എന്നിവയ്ക്ക് സമീപമാണ്. അതായത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം തടസ്സമില്ലാതെ കിട്ടിയാൽ മാത്രമേ ഒരു റിയാക്ടറിന് പ്രവർത്തിക്കാൻ കഴിയൂ. ട്രെയിനിലും വിമാനത്തിലും കാറിലുമൊക്കെ ഇതൊരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട് ആണവ കപ്പലുകൾ പോലെ ആണവ വിമാനങ്ങൾ, ആണവ ട്രെയിനുകൾ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതുപോലുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക.